എവിടെയോ താങ്കൾ പറഞ്ഞത് ഇങ്ങനെ കേട്ടു, മോഹൻലാലായിരുന്നു എൻ്റെ ദൈവം. അത് ഒരു സത്യമായ കാര്യമാണ്. മോഹൻലാലിൻ്റെ പടം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റണ്ടിൽ ഒരു കളരി സ്റ്റൈലുണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മന്ത്രവാദിയാണ്. താങ്കളുടെ പിതാവ് ഒരു കളരി വിദഗ്ധനായിരുന്നു കേട്ടോ അല്ലേ? കളരി പഠിക്കുകയും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു. ആ ദൈവിക സാന്നിധ്യത്തിലൂടെ രണ്ട് കാര്യം എനിക്ക് ബോധ്യം. യേശു കർത്താവ് ജീവിക്കുന്ന ആളാണ്, വിളിച്ചാൽ വിളി കേൾക്കും. നമ്മളെ ജീവിത നിഗൂഢമായ കാര്യങ്ങൾ, ലോകത്തിൽ ആരോടും പറയാത്ത, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത രഹസ്യമായ ഗൂഢമായ കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഒരു കണ്ണാടി പോലെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിൽ വലിയ ഭയങ്കരമായ ഒരു മാറ്റമാണ് സംഭവിച്ചത്. ലൈഫ് ഫോക്കസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതിശയിപ്പിക്കുന്ന ഒരു ജീവിത രൂപാന്തര കഥയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും ശ്രീ ഷാജി ഭാനു. സ്വാഗതം. ജീവിത രൂപാന്തരത്തിൻ്റെ ഒരു അനുഭവ കഥയുമായിട്ടാണ് താങ്കൾ ഇന്ന് ലൈഫ് ഫോക്കസിലെത്തിയിരിക്കുന്നത്. അതെ, താങ്കളുടെ ജീവിതത്തെക്കുറിച്ച് ഞാനൊന്ന് ഒരു അവലോകനം ചെയ്ത് നോക്കി. താങ്കളുടെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ താങ്കളുടെ ഗ്രാൻഡ് ഫാദർ വലിയപ്പൻ ഒരു മന്ത്രവാദിയായിരുന്നു എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു പശ്ചാത്തലം? അതോടുകൂടെ എവിടെയാണ് ജനനം, ഗ്രാൻഡ് ഫാദറിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു, എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു. ഞാൻ ജനിച്ചു വളർന്ന ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്, തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ കല്ലറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ അവിടെ ഒരു ഗ്രാമത്തിലാണ്, പാട്ര പശ്ചിമുക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മന്ത്രവാദിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫേസ് എൻ്റെ മൈൻഡ് സെറ്റിലില്ല. എന്നാൽ എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, പിതാവ് ഒരു അനേകർ പല പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കും, പല മന്ത്രവാദങ്ങൾ അവിടെ അദ്ദേഹം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത്ഭുതകരമായൊരു കാര്യമാണത്. ആരോ പരസ്യോഗം നടത്തിയ സമയത്ത്, കാരേറ്റോ ആണെന്ന് തോന്നുന്നു, പരസ്യവും നടത്തിയ സമയത്ത് അദ്ദേഹത്തിനൊരു പുതിയ നിയമത്തിൻ്റെ പ്രതി കൊടുത്തു, ബൈബിള്. അത് അദ്ദേഹം വീട്ടിൽ കൊണ്ടുവന്നു. അത് ഒരു ദിവസം വായിക്കാനും എടുക്കാനുള്ളൊരു അവസരം ഉണ്ടായി. അതാണ് തൻ്റെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാക്കിയത്. അത് മുഖാന്തരം താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും CSI അദ്ദേഹം തന്നെ സ്ഥലം കൊടുത്ത് മനോഹരമായൊരു CSI പള്ളി അവിടെ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ക്രിസ്തീയ അനുഭവത്തിലേക്ക് വരാനായിട്ടിടയായിത്തീർന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 6 പേരാണ്. അതിനകത്ത് എൻ്റെ പപ്പയുടെ ഒരു പറഞ്ഞതുപോലെ ഭാനു എന്നാണ്. പക്ഷേ പപ്പ ഈ വിശ്വാസം സ്വീകരിച്ചില്ല. പപ്പ ഈ പാവത്തിൻ്റെ അദ്ദേഹം കളരിയൊക്കെ പഠിക്കുകയും, പപ്പയും പപ്പയുടെ ജ്യേഷ്ഠനും കളരി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പപ്പയ്ക്ക് ഇച്ചിരി പാപത്തിൻ്റെ അവസ്ഥയിൽ ലോകത്തിൻ്റെ മോഹങ്ങളിൽപ്പെട്ട് ജീവിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തനിക്ക് ഈ യേശു കർത്താവുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യപ്പെട്ടില്ല. അങ്ങനെ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചു. അമ്മ ഒരു ഹിന്ദു പശ്ചാത്തലത്തിലുള്ള എൻ്റെ അമ്മയുടെ പേര് കമലമ്മ എന്നാണ്. അങ്ങനെ ഞങ്ങൾ 7 മക്കളാണ്. 4ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. ഈ ഗ്രാൻഡ് ഫാദർ അദ്ദേഹം ഒരു മന്ത്രവാദ പശ്ചാത്തലം ഉണ്ടായിരുന്നു പറഞ്ഞു, ഒരു ഹൈന്ദവ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബൈബിൾ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മറ്റാരുടെയും പ്രേരണ കൂടാതെ തന്നെ ഈ ബൈബിൾ വായിച്ചു അങ്ങനെ യേശുക്രിസ്തുവിനെ അറിയാനിടയായി തീർന്നു. അത് അദ്ദേഹം പറയുന്നത്, ബൈബിളിലൊരു ശക്തി അദ്ദേഹം കണ്ടു എന്നാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കേട്ടിട്ടുള്ളത് അങ്ങനെ. മന്ത്രവാദത്തിന് മാറ്റാൻ കഴിയാത്ത എന്തോ ഒരു സവിശേഷത ബൈബിൾ കണ്ടു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പലരും ചിന്തിക്കുന്നത് ഈ സുവിശേഷീകരണം എന്ന് പറയുന്ന ഒരു മതപരിവർത്തന പ്രവർത്തനമാണെന്നൊക്കെ ചില ആളുകൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ കേവലം ഒരു ബൈബിൾ വായിച്ചു ദൈവത്തെ അറിഞ്ഞു എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ വചനത്തിന് തന്നെ ഒരു ശക്തിയുണ്ട്. തീർച്ചയായും ചിന്തിക്കാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വചനം, ഞാനും രക്ഷിക്കപ്പെടാൻ, പിന്നെ പറയുന്നതാണ്, രക്ഷിക്കപ്പെടാനിടയായത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്. ദൈവവചനം ഏത് മനുഷ്യനെയും രൂപാന്തരപ്പെടുത്താൻ ശക്തി ഉള്ളതാണ് എന്ന് എനിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആ ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ രൂപാന്തരപ്പെടാൻ കാരണമായി തീർന്നെന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയാണ്, വിശ്വസിക്കുകയും ചെയ്യുന്നു. താങ്കളുടെ പിതാവ് ഒരു കളരി വിദഗ്ധനായിരുന്നു കേട്ടോ അല്ലേ? കളരി പഠിക്കുകയും ചെയ്യായിരുന്നു, ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു.
അതുപോലെ താങ്കളും ആ നിലയിൽ കളരി പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. എൻ്റെ പപ്പയും പപ്പയുടെ ജ്യേഷ്ഠനും കളരി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കൾക്ക് നഞ്ചൽ അതുപോലെ കളരി സ്കൂളും ഉണ്ട്, ഇന്നുണ്ട്. എന്നാൽ പപ്പ അതൊക്കെ പിന്നെ വിട്ടു കുറേ നാൾ കഴിഞ്ഞ സമയത്ത്. ഞങ്ങളും പഠിച്ചിട്ടുണ്ട്. ദൈവകൃപയെന്ന് പറയാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞാനും പഠിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പഠിച്ചില്ല, കുറേ നാൾ പഠിച്ചു. ഓക്കെ. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ ഇടയ്ക്ക് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നുവെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ ആ ഒരു വിശ്വാസം തുടരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് മാത്രം. അപ്പോൾ നിങ്ങളുടെ ആ കുടുംബം മാത്രം വിശ്വാസത്തിൽ തുടർന്നില്ല, പക്ഷേ പിതാവിൻ്റെ സഹോദരങ്ങളൊക്കെ തുടർന്നു. അപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഇല്ലാത്ത പശ്ചാത്തലവും മറ്റുള്ളവരുടെ ആ ജീവിതവും തമ്മിൽ എന്തെങ്കിലും ഒരു അന്തരം വന്ന് മറ്റുള്ളവരുടെ ജീവിതം കുറച്ചുമായിട്ട് ഈ ബന്ധം, പള്ളിയും കൂട്ടായ്മയും കർത്താവുമായിട്ടുള്ളൊരു ബന്ധമുള്ളത് കൊണ്ട് അതിൻ്റേതായ നന്മ, സമാധാനം അവർക്കുണ്ടായിരുന്നു. ധാർമ്മികമായിട്ടും സാമ്പത്തികമായിട്ടും ആത്മീയമായിട്ടും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് പപ്പ പള്ളിയിലൊന്നും പോകത്തില്ല, അമ്പലത്തിലും പോകത്തില്ല, അമ്മ പോവായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്ങും പോകാത്തൊരു അന്ധകാരത്തിലേക്ക് പോയി. അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായി. സാമ്പത്തികമായിട്ട് മാത്രമല്ല, ജീവിതത്തിൽ സ്വസ്ഥതയില്ലായിരുന്ന അനുഭവങ്ങളുണ്ട്. അത് പിന്നെയാണ് പറഞ്ഞത് അത് പാവമാണെന്ന്. മദ്യപാനവും അങ്ങനെയുള്ള പുകവലിയും അധാർമ്മികമായ ജീവിതവും ഞങ്ങളുടെ ജീവിതത്തെ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുപോയി, അസമാധാനത്തിലേക്ക് കൊണ്ടുപോയി. അതുപോലെ ഇപ്പോൾ ഈ ആ കാലഘട്ടങ്ങളിൽ ഈ കളരിപ്പയറ്റിലുള്ള അറിവുമൊക്കെ മറ്റെന്തെങ്കിലും അടിപിടി കേസിലൊക്കെ പോകാനായിട്ട് പ്രേരണയായിട്ടുണ്ടോ? അടിപിടി കേസിലൊക്കെ പോയിട്ടുണ്ട്. കേസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിട്ടില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള കുരുത്തക്കേടൊക്കെ അന്ന് ചെയ്തായിരുന്നു. ഞാൻ എവിടെയോ താങ്കൾ പറഞ്ഞത് ഇങ്ങനെ കേട്ടു, മോഹൻലാലായിരുന്നു എൻ്റെ ദൈവം. അത് ഒരു സത്യമായ കാര്യമാണ്. മോഹൻലാലിൻ്റെ പടം എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്റ്റണ്ടിൽ ഒരു കളരി സ്റ്റൈലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പടം ഞാൻ ധാരാളം പ്രാവശ്യങ്ങൾ, ഒരു 3 പ്രാവശ്യമെങ്കിലും കാണാറുണ്ട്. എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹത്തെ. ആ ഒരു ഹീറോ വർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദ പശ്ചാത്തലം, ഒരു കളറി പശ്ചാത്തലം, പിന്നെ കുറച്ച് കലാപരിപാടി. ഞാൻ പന്ത് കളിക്കാൻ പോകുമായിരുന്നു. ഓണം ആ സമയത്ത് പല സമയത്ത് സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ശബരിമല സീസൺ വരുന്ന സമയത്ത് ഹിഞ്ചറ വായിക്കാൻ എൻ്റെ ബ്രദർ, ഒരു കസിനാണ് അദ്ദേഹം, പ്രസാദ്, സൗദിയിലുണ്ട്. അപ്പം ഞങ്ങളൊരു ഗ്രൂപ്പൊക്കെ ക്രമീകരിച്ച് ശബരിമല സീസണ് ഹിഞ്ചറ വായിക്കാനും ഒക്കെ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഏതൊക്കെ കലാരൂപങ്ങളിൽ ഇടപെടുക? കുറച്ച് തബല വായിച്ചു, പഠിച്ചു. എന്നെ ഒരു ആശ്ചര്യകരമായ കാര്യം, എന്നെ പഠിപ്പിച്ച ബാലൻ എന്ന് പറയുന്ന ഒരാൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ഒരു ചരിത്രം കേട്ടപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ പഠിപ്പിച്ചതാണ്. കുറച്ച് നാളെ പഠിക്കാൻ പോയുള്ളൂ. പിന്നെ കലാരംഗങ്ങൾ, കുറേ ഡാൻസും ബാലയിലും അങ്ങനെയൊക്കെയുള്ള സാമൂഹികപരമായ കലാരംഗങ്ങളിലൊക്കെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത എന്തോ ഒന്ന് ഇപ്പോൾ താങ്കൾ അനുഭവിക്കുന്നു. അയ്യോ, അവിടെ അത് വലിയ വ്യത്യാസമാണ്. അവിടെ എങ്ങും കിട്ടാത്ത വലിയ ഒരു നിധിയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇപ്പോൾ ലഭ്യമായത്. ഞാൻ അനുഭവിക്കുന്നത്. എന്തായിരുന്നു ആ ട്രാൻസ്ഫോർമേഷൻ അനുഭവം? അതൊരു നീണ്ട കഥയാണ്. എങ്കിലും ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈവമായിട്ടും ദൈവമക്കളുമായിട്ടുള്ള ബന്ധമില്ലാത്ത ജീവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വളരെ അസ്വസ്ഥനായിരുന്നു, വളരെ അസമാധാനം നിറഞ്ഞ വല്ലാത്തൊരവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോയ സമയത്ത് ഞങ്ങളൊരു ബന്ധത്തിൽപ്പെട്ട ഒരാൾ, മർത്തോമേലെ ഈപ്പൻസ് കറിയ എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പോൾ കുമിളിയിൽ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടു. അദ്ദേഹത്തെ ലോറൻസ് എന്ന് പറയുന്നൊരു സഹോദരൻ വീട്ടിൽ വിളിച്ചുകൊണ്ട് വന്നു. വീട്ടിൽ വിളിച്ചു വന്ന് സുവിശേഷം പറഞ്ഞു. അപ്പന് ഈ ഒരു ചെറിയ പശ്ചാത്തലം ഉണ്ടല്ലോ നേരത്തെ. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. എൻ്റെ അപ്പനും അമ്മയും ചില സഹോദരങ്ങളും ഈ കർത്താവിനെ സ്വീകരിച്ചു. വീട്ടിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ തിരിയുന്ന ഒരു അനുഭവങ്ങൾ ആയി തീരുവാൻ ദൈവം പിൽക്കാലത്ത് ഉപയോഗിച്ചു. 2 വർഷം നീണ്ടുപോയി. 2 വർഷം അച്ഛന്മാരും ഇങ്ങനെ വീട്ടിൽ വന്ന് എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വന്ന് പ്രാർത്ഥന നടത്തുകയും അതിനെ തുടർന്ന് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു ചെറിയ മർത്തോമ പള്ളി ഉണ്ടാകാനും ഇടയായിത്തീർന്നു. അതിനെ തുടർന്ന് എൻ്റെ ബ്രദർ സുരേഷ്, ഇന്ന് അദ്ദേഹം നമ്മളൊരു ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചിറങ്ങി അദ്ദേഹം വീട്ടിൽ നിന്ന സമയത്താണ് കോന്നി നസ്രത്ത് എന്ന് പറയുന്ന ഒരു മർത്തോമക്കാരുടെ ഒരു സുവിശേഷ ഒരു ടീം പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ ബ്രദറിൻ്റെ അഡ്രസ്സ് എടുത്തിട്ട് എൻ്റെ ബ്രദറിനെ വിളിച്ചു. അങ്ങനെ അദ്ദേഹം കോന്നിയിൽ വന്നു, ഈ നസ്രത്തിൽ പ്രവർത്തിക്കാനായിട്ട് വന്നു.
ആ സമയത്താണ് ഒരു ഒരാഴ്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് താമസിക്കാനായിട്ട് ഞാൻ അവിടേക്ക് വരികയാണ്. എൻ്റെ ജീവിതത്തിൽ അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യാസം. ഒരു ദമസ്കോസ്, പൗലോസിൻ്റെ ദമസ്കോസ് ആണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ദമസ്കോസ് നസ്രത്ത് കോന്നിയായിരുന്നു. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ രൂപാന്തരം സംഭവിച്ചത്? അവിടെ എന്താണ് ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം? ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഈ നസ്രത്തിൻ്റെ പ്രസ്ഥാനത്ത് എല്ലാ ദിവസവും ഓരോ പ്രയറുണ്ട്. മല്ലശ്ശേരി, വകയാറ്, അട്ടച്ചാക്ക്, തെങ്ങുംകാവ്, അങ്ങനെ പറഞ്ഞ ചുറ്റുപാടുമുള്ള ദിവസങ്ങളെല്ലാം വൈകുന്നേരം പ്രാർത്ഥനയുണ്ട്. ഞാനവിടെ ചെന്ന് ഒരാഴ്ച അദ്ദേഹത്തോട് നിന്നിട്ട് തിരിച്ച് പോകാനാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോൾ തബലയുണ്ടായിരുന്നു, തമ്പേറുണ്ടായിരുന്നു. അതൊക്കെ എന്നെ വളരെ ആകർഷിച്ചു. ശ്രീയേശു നാമം അതിശയനാമം എന്നുള്ള പാട്ട് എല്ലാ ദിവസവും അവർക്ക് പ്രാർത്ഥനയുണ്ട്. അതൊക്കെ പാടി എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ഒരാഴ്ച ഒരു 3-4 ദിവസം അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സമയത്ത് ഒരു പ്രയർ മീറ്റിങ്ങിൽ ഞാൻ കടന്നുപോയി. അത് എൻ്റെ ജീവിതത്തെ വളരെ ഒരു വ്യത്യാസം ഉണ്ടാക്കുവാൻ ദൈവം കാരണമാക്കി തീർത്തു. ഞാനൊരു മീറ്റിംഗ് ചെന്നപ്പോൾ അവിടുത്തെ ലീഡർ മത്തായി സാറ് പറഞ്ഞു, ഇപ്പോൾ ഒരു സഹോദരൻ ആത്മീയ താല്പര്യം കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്, അദ്ദേഹം സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ രക്ഷിക്കപ്പെടുകയോ കർത്താവുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. ഞാൻ എൻ്റെ ബ്രദർ തന്നൊരു ബൈബിളും പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു, ഒരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞു. അവരും തിരിച്ചു പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് എൻ്റെ മനസ്സിൽ വലിയൊരു ഭയമുണ്ടായി. ഈ വേദപുസ്തകം, ദൈവത്തിൻ്റെ വചനം, സത്യവേദ പുസ്തകം എടുത്തുകൊണ്ട് ദൈവമക്കളുടെ മധ്യത്തിൽ എഴുന്നേറ്റ് കള്ളം പറഞ്ഞു എന്നുള്ള ഒരു ഭീതി, ഒരു ഭയം ഉണ്ടായി. ഞാൻ വിറയ്ക്കുവാനും വിയർക്കാനും തുടങ്ങി. അത് അവർക്കാർക്കും മനസ്സിലായില്ല. പക്ഷേ ഞാൻ അവിടെ ഇരുന്നു. അന്ന് എൻ്റെ ജീവിതത്തിൽ എല്ലാ സമാധാനം നഷ്ടപ്പെട്ടു. ഞാൻ അസ്വസ്ഥനായിട്ട് മാറി. അത് ഒരു 2-3 ദിവസം മുന്നോട്ട് പോയി. പിന്നെ അവിടെ ഒരു പ്രയർ റൂമുണ്ട്, സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന റൂമുണ്ടായിരുന്നു. ആ റൂമിൽ കയറി ഞാൻ മുട്ടുമ്പോൾ നിന്ന് മുകളിലോട്ട് നോക്കി. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ വളരെ അസ്വസ്ഥനാണ്, എനിക്ക് സമാധാനമില്ല, ദൈവം എന്നെ ശിക്ഷിക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ട് എന്ന് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത്, യേശു കർത്താവ് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് എന്നോട് ഇടപെടണം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കണം, ആ ആശയത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച് മുട്ടുമ്പോൾ നിന്നു. ഒരു 1-2 മണിക്കൂർ നിന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അത് വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. ഒരു ദൈവ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്ക് അനുഭവപ്പെട്ടു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ വ്യത്യാസം വരുത്തുവാനിടയായി. ഞാൻ വളരെ സങ്കടപ്പെട്ടു, കരഞ്ഞു. ആ ദൈവിക സാന്നിധ്യത്തിലൂടെ 2 കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാണ് എന്നുള്ള വസ്തുത. 2, യേശു കർത്താവ് ജീവിക്കുന്ന ആളാണ്, വിളിച്ചാൽ വിളി കേൾക്കും, രക്ഷിപ്പാൻ ശക്തനായ ഏക രക്ഷിതാവാണ്, കർത്താവാണ് എന്നുള്ള ബോധ്യം ഉണ്ടായി. പക്ഷേ ആ യേശു കർത്താവിനെ സ്വീകരിച്ചില്ല. ഈ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് എനിക്കറിയത്തില്ല. അതിനെ തുടർന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനം ആദ്യമായിട്ട് കയ്യിലെടുത്തു. അത് വിശ്വാസത്താൽ കയ്യിലെടുത്തു, വായിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം എത്തി. ഞാൻ കുറേ ഭാഗങ്ങൾ വിട്ടു, എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ഉൽപ്പത്തി വിട്ട് വായിക്കാൻ തുടങ്ങി. 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വന്നു. അവിടെ വന്ന് യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചപ്പോൾ ഏകദേശം യേശു കർത്താവിൻ്റെ മരണം, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലായില്ലെങ്കിലും യേശു കർത്താവ് മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, ഞാനൊരു പാപിയാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ വേദപുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഈ സമയത്ത് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ശ്രോതാക്കളോട് ഒരു കാര്യം പറയുന്നതിൽ സന്തോഷമുണ്ട്. നമ്മളെ ജീവിത നിഗൂഢമായ കാര്യങ്ങൾ, ലോകത്തിൽ ആരോടും പറയാത്ത, ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്ത രഹസ്യമായ ഗൂഢമായ കാര്യങ്ങൾ, നമ്മളെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ഒരു കണ്ണാടി പോലെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഏക പുസ്തകം ദൈവത്തിൻ്റെ വചനമാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിൻ്റെ വചനം വായിച്ചപ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു മഹാപാപി എന്നുള്ള വസ്തുത എനിക്ക് മനസ്സിലായി. വളരെ ബോധപൂർവമാണ് ഞാൻ 1989 മെയ് മാസം 30 മുട്ടുമടക്കി എനിക്ക് വേണ്ടി കാൽവരി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തി ജീവിക്കുന്ന ഏക രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ ഒരു മാറ്റമാണ് സംഭവിച്ചത്, വലിയ വ്യത്യാസം. അതിനു മുമ്പെയുള്ള ജീവിതവും എൻ്റെ ഹൃദയവും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. അത് പിന്നെ മനസ്സിലായി, ഒരാൾ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. അതുകൊണ്ട് ശ്രോതാക്കളോട് ഒരു കാര്യം കൂടെ പറയാം. നമ്മളെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, വലിയ അനുഗ്രഹത്തിലേക്ക്, ആത്മീയ നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ നമ്മളെ സഹായിക്കുന്ന
ഒരേക കാര്യം കർത്താവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ മറ്റൊരു വശം, ആത്മീയ വശം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ സ്വർഗത്തെക്കുറിച്ചൊന്നും കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു. പക്ഷേ ഒരു ആത്മാവുള്ള കാര്യം അറിയാം. മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു, പട്ടിയും പൂച്ചയും ആത്മഹത്യ ചെയ്യുന്നില്ല, അതിന് ജീവന് ശരീരമേ ഉള്ളൂ, നമുക്കൊരു ആത്മാവുണ്ട് എന്നുള്ള കാര്യം അറിയാം. പക്ഷേ ആത്മാവിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച് മരണാന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഉറപ്പ് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ യോഹന്നാന്റെ സുവിശേഷം വായിച്ചപ്പോൾ ശരിക്കൊരു ഏകദേശം ഒരു രൂപരേഖ കിട്ടി, ഒരു പാപത്തിൻ്റെ ശിക്ഷയുണ്ടെന്ന കാര്യം. അതുകൊണ്ട് ശ്രോതാക്കളുടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഈ പാപം നമ്മളെ ജീവിതത്തെ, ഈ ഭൗതികമായ ജീവിതത്തെ മാത്രമല്ല ബാധിക്കുന്നത്, നമ്മളെ ഭാവിയും ബാധിക്കും. മരണാന്തരം ദൈവമില്ലാത്ത ഭയങ്കരമായ ഒരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നുള്ള കാര്യം ആരും വിസ്മരിക്കരുത്. അത് ഗൗരവം കൊടുക്കാതെ നമ്മൾ പോകാനായിട്ട് പാടില്ല. ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായ ഒരു വ്യത്യാസമാണ് ഉണ്ടായത്. ബൈബിൾ ജീവനുള്ള വചനമാണ് എന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. താങ്കളുടെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ താങ്കളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെയും താങ്കളുടെയും ജീവിതത്തിൽ ദൈവവചനം അത്രമാത്രം ശക്തമായി ഇടപെട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു യേശുക്രിസ്തുവിൽ വരുമ്പോൾ പുതിയ സൃഷ്ടിയായി തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പുതിയ ജീവൻ ദൈവം നൽകി. അപ്പോൾ ആ ജീവൻ വന്നതിന് ശേഷം എന്താണ് തുടർന്ന് ചെയ്തത്? അത് വലിയ ഈ പുതിയ സൃഷ്ടിയായി തീർന്നപ്പോൾ വലിയ ഒരു സന്തോഷവും സമാധാനവും. കാരണം ഞാൻ ഇന്നലകൾ ചെയ്ത കളരിക്കോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ പടത്തിനോ ലോകത്തിലെ കൂട്ടുകെട്ടിനോ ഈ ഭൗതികമായ ഒന്നിനും തരാൻ കഴിയാത്ത വലിയ ഒരു സമാധാനമാണ് യേശു കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ലഭ്യമായത്. അത് നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള, അത് ഇതുപോലെ എന്നെപ്പോലെ സ്വീകരിച്ചവർക്കറിയാം, വലിയ സന്തോഷമാണ് ജീവിതത്തിൽ കർത്താവുമായിട്ട് ബന്ധത്തിലുണ്ടായത്. ഞാൻ തുടർന്ന് വീണ്ടും വേദപുസ്തകം വായിച്ച സമയത്ത് ഒരു ദൈവവിളി, അതെല്ലാവർക്കും എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല, എന്നോട് പറഞ്ഞ് എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ രക്ഷിച്ചതിൽ എനിക്ക് പദ്ധതിയുണ്ട്, നീ ഈ സാക്ഷ്യം, ഞാൻ നിന്നെ രക്ഷിച്ചത് നിന്നെ വീണ്ടെടുത്തുമായ ഈ സത്യം ലോകത്തോട് അറിയിക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ലെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതനുസരിച്ച് ഞാൻ ആ സംഘടനയോട് പറഞ്ഞു, നേരെ മാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇടുക്കി അടിമാലി കഴിഞ്ഞ്, അന്ന് അവിടെയൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാൽ സമയം ഒത്തിരി അങ്ങ് പോവും. ഞങ്ങൾക്ക് കിടക്കാനായിട്ട് ഒരു കട്ടിൽ പോലും ഇല്ലാത്ത സ്ഥലം, 10-16 കിലോമീറ്റർ നടന്നാണ് അന്ന് പോയി സുവിശേഷം പറഞ്ഞത്. ആദിവാസികൾ ഒതുവാക്കുടി മന്നാക്കുടിയിലൊക്കെ സന്ദർശിച്ച് എന്നോടൊപ്പം കുട്ടപ്പനും മണി സഹോദരൻ എന്നൊക്കെ പറയുന്ന അവരോടൊപ്പം പോയി സന്ദർശിച്ച് കർത്താവിൻ്റെ വചനം അറിയിച്ചു. അന്ന് അവിടുന്ന് പിന്നെ ഞാൻ നസ്രത്തിൽ തിരിച്ചു വന്ന് കുറച്ച് വചനം പഠിച്ചു. അത് എത്ര വർഷം മുമ്പാണ് ഈ മാങ്കുളത്ത് പോകുന്നത്? അത് പിന്നെ 89 മെയ് മാസത്തിലാണ് ഞാൻ 90 പോകുന്നത്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞാൽ പോയത്. അവിടെ നിന്ന് മടങ്ങി വരാനായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ട്. ഒരാളൊരു സുവിശേഷം പറഞ്ഞു, എനിക്ക് പരിമിതിയായ അറിവേ ഉള്ളൂ വചനത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം എന്നോട് ദൈവം സത്യവാനാണ്, ദൈവം നീതിമാനാണ്, നീതിയാണ്, അപ്പോൾ ലോക സംഭവങ്ങളൊക്കെ പറഞ്ഞ് എന്നെ വളരെ വിഷമിപ്പിച്ചു. എനിക്ക് അദ്ദേഹത്തോട് തർക്കിച്ച് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. എനിക്കങ്ങ് വല്ല കരഞ്ഞു. കാരണം ഞാൻ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതം സത്യമാണ്, യേശുക്രിസ്തു സത്യമാണ്, അവൻ ഏക രക്ഷിതാവാണ്. എനിക്ക് വന്ന രൂപാന്തരം എനിക്കറിയാം, യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തെളിയിക്കുവാനുള്ള പരിജ്ഞാനമില്ല, അതിനുള്ള യാതൊരുവിധ പരിമിതി എനിക്ക് ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നി. എന്നെ കോന്നിയിൽ വന്ന് അത്യാവശ്യം 5-8 മാസം ദൈവത്തിൻ്റെ വചനം പഠിച്ചു. പിന്നെ ഞാൻ അട്ടപ്പാടി പോയി. അട്ടപ്പാടിയിൽ ഒരു 5-8 മാസം അവിടെ വർക്ക് ചെയ്തു. അവിടെ തിരിച്ചു വന്ന് 91 കോന്നി വന്ന് CBC ചിൽഡ്രൻസ് ബൈബിൾ ക്ലാസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തനം ആരംഭിച്ചു. അത് ഏകദേശം 100-300 കുഞ്ഞുങ്ങളെ ആഴ്ചയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ് ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനിടയായത്. ഓക്കെ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെ, ഈ കുഞ്ഞുങ്ങളോടൊക്കെ പറയുമ്പോൾ അതൊരു മതത്തിൻ്റെ പഠിപ്പിക്കലായിട്ട് വരാതെ ദൈവസ്നേഹത്തെപ്പറ്റി എങ്ങനെയാണ് അത് പഠിപ്പിക്കുക? അത് ഞാൻ എൻ്റെ IBLൻ്റെ ഒരു ട്രെയിനിങ് ഞാൻ മദ്രാസിൽ പോയി ചെയ്തതാണ്. കുട്ടികളുടെ ഓരോ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കാൻ 4 തൊട്ട് 5 വരെ അങ്ങനെ കുട്ടികളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി. ഇവിടെ ഒരു മതമോ ജാതിയോ ഒന്നുമില്ല. ഞങ്ങളൊരു പ്രദേശത്ത് നിന്ന് കുഞ്ഞുങ്ങളെ എല്ലാവരെയും പോയി വിളിക്കുകയും ഒരു വീട്ടിൽ കൂടുകയും ആക്ഷൻ സോങ്ങും വാക്യങ്ങളും പാട്ടുകളൊക്കെ പറഞ്ഞ്, മതപരമായ സഭാപരമായ ഒരു കാര്യമില്ല,
ദൈവസ്നേഹത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയും. അവരുടെ ജീവിതത്തിൽ ധാർമ്മികമായ ജീവൻ നയിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളായിട്ട് തീരണം. ഈ വിഷയങ്ങൾ അവരോട് പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ആത്മീയ വിഷയങ്ങളും ദൈവത്തിനും അവരെ പഠിപ്പിക്കാറുണ്ട്. കാരണം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മൾ പറയുന്ന വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടോ അല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞാലും മുതിർന്നവരോട് പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അല്ലേ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനുശേഷം ഈ ദൈവവചനത്തിൽ ഉറപ്പ് പ്രാപിക്കുവാൻ എന്തെല്ലാം സ്റ്റെപ്പുകളാണ് ചെയ്തത്? അതിനുശേഷം ഞാൻ ഒരു വർഷത്തെ ഒരു 1 year കോഴ്സിൽ ഇന്ത്യ ബൈബിൾ ലിറ്ററേച്ചറിൻ്റെ IBLൻ്റെ ഒരു വർഷം ഈ ചർച്ച് പ്ലാന്റിങ് ആൻഡ് ഇവാഞ്ചലിസം എന്നുള്ള ഒരു പ്രവർത്തനം പഠിക്കാനായിട്ട്. അത് ആശ്ചര്യകരമായ കാര്യമാണ്. അത് വളരെ രസകരമായ അപ്പം തന്നെ ആഴമായ ഒരു പഠനമായിരുന്നു. ആ സമയത്ത് വചനം ആഴമായ ഉപദേശ കാര്യങ്ങളും സ്നാനത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ എനിക്ക് സ്നാനപ്പെടണം എന്ന് പലരോടും പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് മർത്തോമാ സഭയിൽ അങ്ങനെയുള്ള പ്രോത്സാഹനമില്ലായിരുന്നു. അപ്പോൾ എന്നെ സ്നാനപ്പെടുത്തിയത് എൻ്റെ ബ്രദറിനെ സുരേഷ് ചാനെ സ്നാനപ്പെടുത്തിയത് കുന്നുമേലച്ഛനാണ്. ഈ മൂവാറ്റുപുഴ ഭാഗത്ത് ഒരു കൂട്ടം അച്ഛന്മാർ ഓർത്ത് യാക്കോബയിൽ നിന്ന് അങ്ങോട്ട് മാറി മലങ്കര ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ചർച്ച ആരംഭിച്ചു. വേർപെട്ട ഒരു കൂട്ടമാണ്. അപ്പോൾ എൻ്റെ ബ്രദറിനെ കുന്നുമേലച്ഛനാണ് സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു, പാലയിൽ വെച്ച് എന്നോടൊപ്പം വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ സ്നാനപ്പെടാനായിട്ട് കർത്താവ് അവസരം നൽകി. ആ പഠനം കൊണ്ട് സാധിച്ചൊരു കാര്യമാണ്. എന്നാൽ കൂടുതൽ സത്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഞാൻ അന്ന് കനകപ്പലത്ത്, നമ്മളെ എരുമേലിക്കിപ്പുറത്ത് കനകപ്പലത്ത് ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് ഭവനങ്ങൾ വിസിറ്റ് ചെയ്ത് ആൾക്കാരെ ഒരു വീട്ടിൽ സന്തോഷം എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ കൂട്ടുകയും അവിടെ പ്രാർത്ഥന നടത്തി തിരിച്ചു വരികയും അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പരസ്യോഗം നടത്തിയ സമയത്ത് CT ജോണിക്കുട്ടി എന്ന് പറയുന്ന ദൈവദാസനെ കണ്ടു. അദ്ദേഹം ആ പരസ്യോഗത്തിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചു. അന്ന് വൈകിട്ട് സന്തോഷിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അദ്ദേഹം അന്ന് വന്നു. അങ്ങനെ ഞങ്ങളുമായിട്ടൊരു ബന്ധമുണ്ടായി. അപ്പോൾ ഈ സന്തോഷ് ഈ സുവിശേഷകനായുള്ള ബന്ധത്തിൽ CT ജോണിക്കുട്ടി എന്ന് പറയുന്ന ദൈവദാസനുമായിട്ടുള്ള ബന്ധത്തിൽ അദ്ദേഹം വചനം പഠിപ്പിച്ചു. സ്നാനപ്പെട്ട് ബ്രദറൻ കൂട്ടായ്മയിലേക്ക് വന്നു. അതിനുശേഷം 96 ആ സമയത്ത് എൻ്റെ വിവാഹം CSI പശ്ചാത്തലത്തിൽ നിന്നായിരുന്നു. അന്ന് CT ജോണിക്കുട്ടി ഞാൻ കല്യാണത്തിന് വന്ന് അദ്ദേഹം വചനം ശുശ്രൂഷിച്ച് ഞാൻ നന്ദിയോട് ഓർക്കുന്നുണ്ട്. അദ്ദേഹമാണ് ദാനിയേൽ സാർ, ബഹുമാന്യനായ ഇന്ന് നിത്യയിലായിരിക്കുന്ന ദൈവദാസനായ ദാനിയേൽ സാർ പത്തനംതിട്ട സഭയിൽ മൂപ്പനായിരുന്നു. അദ്ദേഹമായിട്ട് ബന്ധപ്പെടാനായിട്ട് എന്നെ ഉപദേശിച്ചതും സാറുമായിട്ട് ഒന്ന് ബന്ധപ്പെട്ടു. ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമായിരുന്നു അത്. ആ സമയത്ത് എനിക്ക് കോളേജിൻ്റെ അവിടെ ഒരു പ്രയർ ഉണ്ടായിരുന്നു. CBC ക്ലാസ്സും അനുബന്ധമായ ഒരു പ്രാർത്ഥന മീറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ സാർ അവിടെ വന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു. ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചു. തോമസ് ചാക്കോ, ഞങ്ങൾ ബാബുച്ചാനെന്ന് വിളിക്കുന്ന ആനി, ചിന്നു, മിനു എന്നൊക്കെ പറയുന്ന 4 പേര് സ്നാനപ്പെട്ട് പത്തനംതിട്ട സഭയിൽ വന്നു. അവരിന്ന് ചിക്കാഗോയിൽ ഇവിടെ കൊനോഹോമയിലുണ്ട്. അങ്ങനെ ആ ഒരു ബന്ധത്തിൽ ഞാൻ പത്തനംതിട്ട സഭയിലേക്ക് പോയി. ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലാക്കിയത്, ആരാധനയെക്കുറിച്ചുള്ള ഒരു ധാരണ എനിക്ക് ലഭിച്ചായിരുന്നു. ആരാധന വാങ്ങുന്നതല്ല കൊടുക്കുന്നതാണ് എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേർപെട്ട് സത്യങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഒത്തിരി കൂട്ടുകാരൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട സാറ് പത്തനംതിട്ട സഭയിലേക്ക് എന്നെ വിളിക്കുന്നത്. 97 അവിടെ ചെന്നു. ആരാധനയൊക്കെ ഞാൻ കണ്ടു. ആയിരങ്ങളിൽ സുന്ദരൻ എന്നുള്ള പാട്ടാണ് അവരാദ്യം പാടിയത്. ആൾക്കാരൊക്കെ പരിമിതിയുള്ളവരൊക്കെ ആണെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദൈവം ഇവിടെ ഉണ്ട്, ഈ ആരാധനയെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് അനുഭവിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ അവിടെ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു. അവരുടെ പാട്ടും അവരുടെ സ്തോത്രം, പ്രാർത്ഥനയല്ല, ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല ഒരു വ്യക്തിയെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഞാനവിടെ കണ്ടില്ല. ദൈവത്തിന്, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതും പിതാവിനെ ആരാധിക്കുന്ന, ദൈവവചനത്തിൽ ആരാധനയെ സംബന്ധിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളോട് വിശ്വസ്ത പുലർത്തുന്ന, 100% ഒന്നും പറയുന്നില്ല, വിശ്വസ്ത പുലർത്തുന്ന ഒരു ആരാധന രീതിയാണ് അവിടെ ഞാൻ കണ്ടത്. ദൈവം എന്നോട് പറഞ്ഞു, ഇതാണ് സത്യം എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഇതിനിടയ്ക്ക് എൻ്റെ ശ്രോതാക്കളോട് സന്ദേശം കൂടെ പറയട്ടെ. നമുക്ക് ദൈവത്തെ ആരാധിക്കേണ്ട രീതി, ആരാധനയെ സംബന്ധിച്ച് വേദപുസ്തകത്തിൽ അത് പറയുന്നുണ്ട്.
അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്ന എന്നെപ്പോലെ ആരെങ്കിലും ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ അതിനെ സംബന്ധിച്ച് ശരിയായ ഒരു ധാരണ ലഭിച്ചാൽ അതിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ ശ്രമിച്ചാൽ അത് വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധനയിലൂടെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും. അന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകി അവർ എന്നെ സുവിശേഷകനായിട്ട് അംഗീകരിച്ചു. 98 എന്നെ അവർ കമൻറ്റ് ചെയ്തു. ഇതിനിടയ്ക്ക് ഈ സ്നാനം എന്നുള്ള വാക്ക് പല പ്രാവശ്യം വന്നതുകൊണ്ട് ചോദിക്കട്ടെ. സ്നാനം എന്ന് പറയുന്നത് ഒരു ക്രൈസ്തവ മതത്തിലേക്ക് ചേരുന്ന ഒരു ചടങ്ങായിട്ടാണ് പൊതുവെ കാണുന്നത്. എന്താണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനം എന്ന് പറഞ്ഞാൽ? സ്നാനം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയത് ഒരു മതത്തിൽ നിന്ന് ഒരു മതത്തിലേക്ക് ചേരുന്നതോ ഒരു സഭയിൽ നിന്ന് മറ്റൊരു സഭയിലേക്ക് ചേരുന്നതോ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന രക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടാനോ അല്ല. വേദപുസ്തകത്തിൽ ഞാൻ മനസ്സിലാക്കിയത് കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായ ആ സ്നാനം ചെയ്യും. അത് രക്ഷിക്കപ്പെടാനല്ല. അനേകർ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ആരെയും വിമർശിക്കുന്നില്ല, സ്വർഗത്തിൽ പോകാൻ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാൻ എന്നുള്ള രീതിയിൽ സ്നാനപ്പെടുന്നവരുണ്ട്. പക്ഷേ ദൈവജനത്തിൽ അങ്ങനെയില്ല. രക്ഷിക്കപ്പെട്ടത് കൊണ്ടാണ് ഒരാൾ സ്നാനപ്പെടുന്നത്. അത് മതത്തിൽ ചേരുവാനോ, സാറ് ചോദിച്ച പോലെ മതത്തിൽ ചേരുവാനോ സഭയിൽ ചേരുവാനോ അല്ല, അത് കർത്താവിനോട് ചേരുവാനാണ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനയാണ്. അതാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നമുക്ക് ലഭിച്ച ആന്തരിക വിശ്വാസത്തെ നമ്മൾ ഭാഗ്യമായി വെളിപ്പെടുത്തുന്ന ഒരു സാക്ഷ്യം. കുടുംബത്തെ പറ്റി വിശാലമായിട്ടൊന്നും പറഞ്ഞില്ല. കുടുംബത്തെ ഞാൻ 96 ഒടുവിലാണ് വിവാഹം. 97 ഞങ്ങൾ കുടുംബമായിട്ട് ബ്രദറിലേക്ക് വന്നത്. ഞാൻ വന്ന സമയത്ത് അവൾ സ്നാനപ്പെട്ടില്ലായിരുന്നു. CSI സഭയിൽ വെച്ചായിരുന്നു കല്യാണം. അവൾ CSI പശ്ചാത്തലത്തിലാണ്. ഇതിനൊരു ആങ്ങളുണ്ട്, അപ്പനും അമ്മയുണ്ട്. പിതാവ് നിത്യയിലായി. അമ്മ സ്നാനപ്പെട്ട് നമ്മളെ വെഞ്ഞാറമൂട് സഭയിൽ ഇപ്പോൾ ഉണ്ട്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. ഒരു കുഞ്ഞ് ജനിക്കാനായിട്ട് ഒരു 8-9 വർഷം കാത്തിരിക്കേണ്ടി വന്നു. അതിന് ശേഷമാണ് അത് ഒരു വലിയ സ്റ്റോറിയാണ്. വൈദ്യശാസ്ത്രമൊക്കെ കൈവിട്ടതാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച സ്ഥാനത്ത് യേശു കർത്താവ്, ഞാൻ നേരത്തെ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് എനിക്ക് വെളിപ്പെട്ടതുപോലെ യേശു കർത്താവ് ഒരു സങ്കല്പതയുമല്ല, ഒരു മിഥ്യയല്ല, ഊഹാഭോഗങ്ങളല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. യേശു കർത്താവ് ചരിത്ര പുരുഷനാണ്. അവനിന്ന് യഥാവാനായിട്ട് ജീവിക്കുന്ന ആളാണ് എന്നുള്ള കാര്യം ഈ എൻ്റെ ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞ് മകൻ ലഭിച്ചതിലൂടെ എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. കാരണം എല്ലാവരും കൈവിട്ടു. വലിയൊരു ഹോസ്പിറ്റലിലെ സൂസൻ എന്ന് പറയുന്ന ഡോക്ടറെയാണ് ഞാൻ അവസാനം കണ്ടത്. അവർ പറഞ്ഞത് നമുക്ക് ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് ചിന്തിക്കാമെന്നാണ്. ആ അസാധ്യങ്ങൾ പകച്ചു നിൽക്കുന്ന ആ സമയത്ത് മുമ്പിൽ ഇരുട്ട് മാത്രം കണ്ടപ്പോൾ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ, ഞങ്ങളുടെ പ്രതീക്ഷകൾ, പ്രാർത്ഥനകൾ അസ്തമിച്ചു എന്ന് തോന്നിയ ആ സ്ഥാനത്ത് കർത്താവായ യേശു ജീവിക്കുന്നു, അവൻ എന്നെ സഹായിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കി മുട്ടുമടക്കുവാനും എന്നോടൊപ്പം ഞങ്ങളെ സമൂഹത്തിലെ എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഹപ്രവർത്തകരൊക്കെ പ്രാർത്ഥിച്ചു, അനേകർ പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടിയായി 9 വർഷത്തിന് ശേഷം കർത്താവിന് കുഞ്ഞ് തന്നു. എൻ്റെ ശ്രോതാക്കൾ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അസാധ്യമായ പല കാര്യങ്ങളുമുണ്ട്, പരിമിതിയായ ഒത്തിരി കാര്യങ്ങളുണ്ട്. പല പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ പകച്ചു നിൽക്കാറുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ എങ്ങനെ മുന്നോട്ട് പോകും, ആര് സഹായിക്കും, എവിടെയാണ് ഒരു വെളിച്ചം, എവിടെയാണ് വഴി എന്ന് നിൽക്കുന്ന സമയത്ത് ഈ കർത്താവിൽ നിങ്ങൾ ശരണപ്പെട്ട് ആശ്രയിച്ച് നിങ്ങൾ അവനെ സമീപിച്ചാൽ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു മറുപടി, ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകും എന്ന് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒടുവിലായിട്ട് നമ്മുടെ ശ്രോതാക്കളോട് ഈ യേശുക്രിസ്തുവിനെ എങ്ങനെ അനുഭവത്തിൽ അറിയാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസ് നൽകുന്ന നല്ലതായിരിക്കും. ലോകത്തിലെ ഏത് മനുഷ്യനും കർത്താവിനെ സമീപിക്കാം. ഞാനത് വേദവസം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. ദുഷ്ടൻ്റെ മേലും നീതിമാൻ്റെ മേലും മഴ, വെളിച്ചം, അനുബന്ധമായ എല്ലാം സൗജന്യമായിട്ട് ദൈവം കൊടുക്കുന്നു. സൃഷ്ടിതാവെന്ന നിലയിൽ ദൈവം എല്ലാവരും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. എന്നാൽ ഈ സാറ് ചോദിച്ച ഈ രക്ഷയുടെ കാര്യം, അത് ഒരു ദൈവത്തിൻ്റെ ഒരു വെളിപ്പാടാണ്. അല്ലെങ്കിൽ ദൈവം കൃപ കാണിച്ചാലേ ലഭിക്കത്തുള്ളൂ. അതിന് ദൈവം ഒരിക്കൽ കർത്താവായ യേശുവിനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും പാവവും അനുബന്ധമായ പാപത്തിൻ്റെ ശിക്ഷ, ആ നരകം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി ആ പുത്രൻ
ആ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ മരിച്ച് പാപത്തിന് പരിഹാരം വരുത്തി അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഈ രക്ഷയുടെ സന്ദേശം അത് രക്ഷയുടെ സന്ദേശമാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷയിൽ നിന്ന് വിടുതലാണെന്ന് നമുക്കറിയാം. അത് ലോകത്തിലെ എല്ലാ വ്യക്തികളും, ആദാമിൽ പിറന്ന സകല വ്യക്തികളും പാപത്തിലാണ് ജനിക്കുന്നത്. അങ്ങനെ ബൈബിൾ പറയുന്നത്. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ആ ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപിയായി തീർന്ന മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഏക മാർഗമാണ് ഈ കർത്താവായ യേശു. അതൊരു സ്നേഹത്തിൻ്റെ മാർഗമാണ്, കരുണയുടെ മാർഗമാണ്. അതുകൊണ്ട് ഏത് മനുഷ്യനും ഞാൻ മനസ്സിലാക്കിയത്, ഏത് കഠിനമായ പാപിക്കും, ഏത് ലോകത്തിൽ ആരുമില്ല എന്നെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, മനസ്സിലാക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തികൾക്കും ഈ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ സൗജന്യമായിട്ട് ഈ രക്ഷ കരഗതമാക്കാൻ സാധിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഈ സന്ദേശം സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. ദൈവസ്നേഹത്തിൻ്റെ പരിധിക്ക് അകത്താണ് താങ്കൾ. ലോകം താങ്കളെ കൈവിട്ടാലും അവഗണിച്ചാലും, സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തിയാലും, എനിക്കാരുമില്ല എന്ന് ചിന്തിച്ചാലും കർത്താവ് താങ്കളെ കൈവിടത്തില്ല. കർത്താവ് താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. താങ്കളെ ഈ സാക്ഷ്യത്തിലൂടെ ഈ ദൈവശബ്ദം താങ്കളെ കേൾപ്പിക്കുകയാണ്. അതുകൊണ്ട് ജാതി മാറാനോ പേര് മാറാനോ ഭാഗ്യമായ ഒരു മാറ്റമല്ല, ആത്മീയമായ നിത്യജീവൻ ലഭിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ ദൈവം ഒരുക്കിയ മാർഗമാണ് കർത്താവായ യേശു. ആ യേശു താങ്കളെ സ്നേഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്ന് ഞാനൊരു പാപിയാണെന്നുള്ള സത്യം അംഗീകരിച്ച് യേശു കർത്താവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ താങ്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഒരു പുതിയ സൃഷ്ടിയായിട്ട് തീരും. താങ്കൾ ദൈവത്തിൻ്റെ പൈതലായിത്തീരും. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. മനോഹരമായ നിലയിൽ ഈ സാക്ഷ്യം പങ്കുവച്ചതിന്. അതിശയകരമായ ഒരു ജീവിത രൂപാന്തര അനുഭവമാണ് കേൾക്കുവാനിടയായത്. ഈ അനുഭവം മറ്റനേകരെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വചനം വരുത്തിയ രൂപാന്തരത്തിൻ്റെ അനുഭവ കഥയാണ് നമ്മൾ കേട്ടത്. ഈ കേൾവി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു രൂപാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം.